friends, welcome to Swapna's Crafted Food. Happy Onam. Happy Onam. Happy Onam. ഹാപ്പി ഓണാണോ? അവളെ തോന്നിയതൊക്കെ ഇത് വിളിച്ചു പറയാ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുക, അതുകൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. ഞങ്ങളിപ്പോൾ ചില ദിവസങ്ങളായിട്ട് കാലത്ത് ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇടാൻ പറ്റിയില്ല. കടയിൽ ഓണത്തിരക്കും സദ്യക്ക് പിന്നെ ഉത്രാടത്തിന് അന്ന് നമ്മൾ പറഞ്ഞിട്ടല്ലോ ഉത്രാട പച്ചല അതായിരുന്നു, അതുകൊണ്ട് ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ട പഞ്ചസാര സിറപ്പ് നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീമിനുള്ള പാലൊഴിക്കുക. ഒരു പാൻ എടുത്തിട്ട് അതിൽ ചൂടാകുമ്പോൾ പാലൊഴിച്ച് കൊടുക്കുക. തിളപ്പിച്ചറിയ പാൽ വേണം കേട്ടോ. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കുക. ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര ഞാനൊരു ഈ പാത്രം നിറയെ എടുത്തിട്ടുണ്ട്. അതിൽ പകുതി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി പിന്നെ മൈദ ഇട്ട് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ബാക്കി ഇടുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പകുതി ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിതിലൊരു പാത്രം മൈദയാണ് ഇടുന്നത് കേട്ടോ. ഫുള്ള് മൈദയാണ് ഇട്ട് കൊടുക്കണത്. അത് കാരണം എനിക്കിതിന് കൊക്കോ പൗഡർ ചേർത്തിട്ട് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കണം. അപ്പോൾ അതിന് പകുതി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി അധികം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫുള്ള് പഞ്ചസാരയുടെ അതേ ലെവലിൽ തന്നെ മൈദ എടുക്കുന്നുണ്ട്. അത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി അത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. കണ്ടോ, മൈദ നന്നായിട്ട് ഇളക്കുക. അത് നമ്മൾ കട്ട കാണുമ്പോൾ ഇനി മിക്സിയിലിട്ട് അടിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ലൂസായി പോകും. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കാൻ നിൽക്കരുത്. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. കണ്ടില്ലേ, കട്ട നിൽക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. ആവശ്യത്തിന് പാലും ചേർത്ത് കൊടുക്കുക ആ പൗഡറിന് വേണ്ടിയിട്ട്. അതൊന്ന് മൈദ ഒന്ന് ശരിക്കും അത് ലൂസായി കിട്ടാൻ പരുവത്തിന് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കുറുകി വരണം. അത് കേട്ടോ, നല്ല ലെവലിലേക്ക് ക്രീം പരുവത്തിൽ കുറുകി വരേണ്ടതുണ്ട്. കണ്ടോ, നല്ലപോലെ ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇത് കുറുകി വരണം. കട്ട കിട്ടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ലൂസായിട്ട് ഇങ്ങനെ വരട്ടെ. എന്നിട്ട് അത് കുറുകി ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ നെയ്യാണ് ചേർത്തത്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, അത് ഞാൻ പകുതി അതിന് ക്രീം എടുത്തിട്ട് കൊക്കോ പൗഡർ ചേർത്ത് ഇളക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയി. കണ്ടോ, അതാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം, കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വിപ്പിംഗ് ക്രീം. ഇനി നമുക്ക് സിമ്പിളായിട്ടിത് പഞ്ചസാര സിറപ്പാണ്. നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കേക്കാണ്. അതെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് ഓവൻ വേണ്ട. പിന്നെ നമ്മുടെ ഗ്യാസൊക്കെ നമ്മൾ നോക്കുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ അത്രയ്ക്കൊക്കെ മണിക്കൂറൊക്കെ വരും. 2 മണിക്കൂറല്ല, 1 മണിക്കൂറൊക്കെ വരും. ഇത് നമ്മളത് കണ്ടത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നമ്മുടെ ന്യൂസിൽ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇതിന് ബ്രെഡ് മാത്രം മതി. ഗ്യാസിന്റെ ചെലവും ഉണ്ടാവില്ല. പിന്നെ ഗ്യാസിന്റെ ചെലവും ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര ഈസി ഉണ്ടാക്കാം. നമുക്കത് ഈ ബ്രൗൺ ഭാഗം ഇപ്പൊ വെട്ടിക്കളയണം കേട്ടോ. ഇവിടെ പറയണ്ട കേട്ടോ, വെട്ടിക്കളഞ്ഞോളോ. ലെയർ വെക്കണം. നമുക്കപ്പോൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. രണ്ടുപേരും തല്ലുകൊണ്ടിരിക്കെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ബ്രെഡ് ഇങ്ങനെ അതിൻ്റെ മൂലകൾ കട്ട് ചെയ്തിട്ട് മൂലഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ സൈഡ് ഭാഗങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം വീണ്ടും തേച്ച് കൊടുക്കുക. നമ്മൾ പഞ്ചസാര ലായനിയിൽ ഓരോ ലെയർ വയ്ക്കുമ്പോഴും നമ്മൾ പഞ്ചസാര ലായനി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിലേക്ക്
ബ്രെഡിലേക്ക്. എന്നിട്ട് ക്രീം തേക്കുക, വിപ്പിംഗ് ക്രീം തേക്കുക. അതിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റ് ക്രീമും തേച്ച് ഇങ്ങനെ ഓരോ ലെയറിലും അങ്ങനെ തേച്ച് പോവാണ്. അതിന് ഫ്രണ്ടിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റി, കണ്ടില്ലേ? അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം പറ്റുന്ന കാര്യമാണ്. കേക്കൊക്കെ എളുപ്പം ഉണ്ടാക്കാം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. Thanks for watching. Thanks for watching. Thanks for watching.